ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നമ്മുടെ ഒരു വള്ളിച്ചുണ്ട കെട്ടിയിട്ടുണ്ട്. നമ്മുടെ കടവിലാണ് കെട്ടിയിരിക്കുന്നത്. ഇന്നലെ കെട്ടിയതാണ്. നമ്മൾ രാവിലെ നോക്കിയപ്പോൾ അതിലൊരു വാള കിട്ടിയായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് നമ്മൾ തീറ്റി കോർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം തീറ്റി കോർക്കാൻ നിറച്ച് പോളയായിരുന്നു. പോള കാരണം നമുക്ക് തീറ്റി കോർക്കാനൊക്കെ വന്നു. ഇപ്പം നമുക്ക് പോയി ഒന്ന് തീറ്റി കോർക്കാം. അപ്പോൾ തീറ്റി കേൾക്കാൻ പോവാം. ബാ, അപ്പോൾ നമ്മൾ വാളവെല്ലാം കൊണ്ട് എടുക്കാനുള്ള വലയും വട്ടവലയൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർക്കാനുള്ള പരലെടുക്കണം. പരൽ നമ്മളിത് ഈ വള്ളിയിലാണ്, ഈ കുറ്റിയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ സൂക്ഷ്മം വീടിൻ്റെ വാതിൽ തന്നെ. ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ വാതിൽ തന്നെയാണ്. ഇപ്പം സമയം സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. നമ്മൾ വീടേക്ക് മങ്ങലായിരിക്കാം. ഇത്രയും സമയം നമ്മളിത് വെയിറ്റ് ചെയ്ത് തീറ്റി കോർക്കാൻ വെയിറ്റ് ചെയ്ത് ആറ്റി നിറച്ച് പോളയായിരുന്നു. ഇപ്പോഴും പോളയുണ്ട്. അപ്പോൾ പോള ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇനിയിപ്പം നമ്മൾ തീറ്റി കോർക്കാൻ വൈകിയാലത് വാള കുറേ സന്ധ്യാസമയത്തൊക്കെ ആണ് വാള വെട്ടുന്നത്. എന്തായാലും നമുക്ക് പോയ അക്കരെ നിന്നാണ് തീറ്റി കോർത്തിക്കരിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ തീറ്റി കോർക്കാം. നമ്മൾ ഇക്കരെ സൈഡിൽ വന്ന് വള്ളി പിടിച്ചിരിക്കും. ഇനി നമുക്ക് തീറ്റി പോയതൊക്കെ ഓർക്കാം. വെള്ളത്തിനകത്ത് ഇറങ്ങിയിരിക്കണം. ഈ പോള വരുന്നുണ്ട്, അതാണൊരു ഏറ്റവും വലിയൊരു പാട്. പോള ഈ വെള്ളത്തെ വള്ളിയെ വന്ന് ഉടക്കി കഴിഞ്ഞാൽ വള്ളി പിന്നെ താഴത്തില്ല ഇങ്ങോട്ട്. ആദ്യത്തെ തീറ്റി നമ്മൾ കോർത്തു. വേണ്ട ഉണ്ടോ, പരലാണ് നമ്മൾ കോർക്കുന്നത്. ഇതുണ്ടോ, ഈ ഒരു പരൽ നമ്മൾ ഇനി വെള്ളത്തിലിടുക. നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ വരും, അതും കൊടുക്കുക. ചൂണ്ടപ്പരൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെള്ളം തിരിഞ്ഞു പോയി. ഇനി അങ്ങോട്ട് പോട്ടെ. അതിലൊരു വാളയുണ്ടല്ലോ, ഒരു വാളയുണ്ട്. വിഷയമാണ്. അരക്കടില്ലാത്തൊരു വാളയാണ്. ഉണ്ടോ, കൊള്ളാം. നമ്മളിങ്ങനെ ചൂണ്ട പകല് തീറ്റി കോർത്ത് ഇട്ടിരുന്നാൽ വാള കിട്ടാറ് പതിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത്. വള്ളി എനിക്ക് ഏറെ കെട്ടിയിട്ടില്ലെങ്കിൽ പകൽ വെട്ടി വാള ഇത്. പിന്നെ നമുക്ക് ഏതായാലും കെട്ടിയിടാം. വേറെ ഓർത്തിട്ടേ ചൂണ്ട വീഴുന്നുള്ളൂ. ഓർത്ത് ചളക്കിടെ കൂടെ ഓ, കയർ കെട്ടാനത് സമ്മതിക്കുകയില്ല. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടുന്നതിൻ്റെ അറ്റത്തെ കെട്ട് പോയി കിടക്കുകയായിരുന്നു. ഇപ്പം ചൂണ്ട കെട്ടാം. അത് നമ്മൾ തീറ്റി കൊടുക്കാൻ വന്നത് നമ്മുടെ കണക്കൂട്ടി പോലെ തന്നെ വാള കെട്ടി. ഇനി നമുക്ക് ചൂണ്ട നോക്കട്ടെ. പോയി ഉണ്ടോ, സൂപ്പർ വാളയല്ലേ. നമുക്കിത് കെട്ടി വെള്ളത്തിലേക്കിടാം.
പോള വരാൻ തുടങ്ങി. ഇത്ര നേരം പോള ഇല്ലായിരുന്നു. പോള ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പം ഇവിടെ പോളയും വരിക. ഇവിടെ ഒരു പോള ഉണ്ടോ? കണ്ടാനും പോളയും വരുന്നുണ്ട്. കാണുന്നില്ല. ഇത് അത്ര വലിയ വാളയല്ല, എന്നാലും തിരക്കേടില്ല. ഇതിപ്പം നമ്മൾ തൽക്കാലം ഇത്രയും ഭയങ്കര പോളവരവും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വലക്കകത്തോട്ടിട്ട് ഇങ്ങനെ മറിച്ച് വെക്കുക. നമ്മൾ കയറെക്കുറത്ത് കെട്ടാനുള്ള അപ്പോഴേക്കും പോള ഒന്ന് കണ്ടവാനം കയറും. വലിയ പോള മുടക്കി കഴിഞ്ഞാൽ ഒന്നില്ലേ വള്ളി പൊട്ടിപ്പോവും, അല്ലെങ്കിൽ കുറ്റി ഒടിഞ്ഞു പോവും. വരിക. അത് തീറ്റി കുത്തി ഉള്ളിലൊക്കെ ഉടക്കി ഇതിലെ തീറ്റി നല്ല ജീവനോടെ കിടക്കുക. പക്ഷെ ഇത് പറഞ്ഞു പോവും. ഇതിൻ്റെ മുറിപ്പാട് വലുതായിപ്പോയി. നമ്മൾ ചൂണ്ട കുത്തിയ വശം വലുതായിപ്പോയി. വരല് നല്ല ജീവനോടെ കിടക്കുന്നതുകൊണ്ട് എടുത്ത് കൈ കിട്ടാൻ വലിയ പാട്. ഉണ്ടോ പൂള? വേണ്ട, വരല് നല്ല ജീവനോടെ കിടക്കുക. അത് കാര്യം 2 ദിവസം നമ്മൾ പിടിച്ചിട്ട് 2 ദിവസമായ പറയില്ല. പെരലിനും ജീവനുണ്ട്, നല്ല ജീവനോടെ കിടക്കുക. പക്ഷെ അത് പറഞ്ഞു പോവുക. പെരലത് കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുക. തീറ്റി കോർത്ത് നമ്മൾ പരലിനെ കോർത്തിട്ട് നമ്മൾ ഇക്കരെ നമ്മുടെ വീടിൻ്റെ അടുത്തായി. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് തീറ്റി കുത്തി തീർന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിരിക്കുക. ആദ്യമേ പരല് ബാക്കി വന്ന പരല് നമുക്ക് ആ കുറ്റിയിലോട്ട് കെട്ടിയിടാം. ഇനിയിപ്പം നമ്മൾ രാത്രി 11 മണിയാകുമ്പം ഒഴുക്ക് കുറയും, പോളയും കുറയും. അപ്പം ഒന്ന് നോക്കും. അപ്പം തീറ്റി പോയത് മാറി കുത്തുകയും ചെയ്യും. വാളമെല്ലാം ഉണ്ടെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം. നമ്മുടെ ഈ ഒരു വാള നമുക്ക് കെട്ടി ഇടാം.
എന്നാ എന്നാ കല്ലിനടെ പോയി. ആ അത് പോട്ടെ. എന്നാ എന്നാ ആ എടുത്ത് മറ്റുള്ളവരാരും അറിഞ്ഞില്ല. ചെകിളയുടെ ഇടയിൽ കൂടെ നമ്മൾ ഇതിൻ്റെ പൂവെ കൊള്ളാത്ത രീതിയിൽ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കണ്ട്, ഈ പൂവെ കൊള്ളാതെ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ കയർ കോർത്തെടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു വാള അപ്പുറത്ത് നമുക്ക് രാവിലെ കിട്ടിയ ഒരു വാള ദേ ഇവിടെ ഉണ്ട്, അതും കാണിക്കാം. പടക്കം പൊട്ടിച്ചു. ഇത് നമുക്ക് രാവിലെ കിട്ടിയതാണ്. ഉണ്ടോ? അപ്പം നമുക്ക് ഈ ഒരു വള്ളിയിൽ നിന്ന് തന്നെ ഇന്ന് 3 വാളയാണ് കിട്ടിയത്. ഉണ്ടോ? രാവിലെ കിട്ടിയ വാള നമുക്ക് കിട്ടിയിട്ടിരുന്ന അത് ഇവിടോട്ട് തന്നെ ഇടാം. അക്കരെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഈ ഒരു വാള നമുക്ക് ഇതേ കെട്ടാം, നമ്മുടെ ഈ ടയറെ കെട്ടാം. ഇതിപ്പോൾ കഴുന്നയുടെ ശല്യമുണ്ട്.